അമ്മച്ചിയുടെ എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു അടുക്കും ചിട്ടയുമുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങൾക്ക് നല്ലൊരു അച്ചടക്കവും ഉണ്ട്. ഞങ്ങളെല്ലാവരും രാവിലെ പോയി വൈകുന്നേരം വരുന്നത് കൊണ്ട് റബ്ബർ വെട്ടി ഷീറ്റാക്കാറില്ല. അതുകൊണ്ട് തന്നെ ഒട്ടുപാലാക്കി എടുക്കാറാണ് പതിവ്. ഒരു വർഷം വെട്ടുന്ന ഒട്ടുപാല് മുഴുവൻ അതിൻ്റെ മരത്തിൻ്റെ ചോട്ടിലുണ്ടാവും. വർഷത്തിലൊരിക്കലാണ് ഓരോ മരത്തിൻ്റെയും ചോട്ടിൽ നിന്ന് ഇതുപോലെ ഉണങ്ങി പരുവമായ ഒട്ടുപാല് പറക്കിയെടുക്കുക. അത് നേരെ കടയിലേക്ക് കൊണ്ടുപോകും. അപ്പം അമ്മച്ചിക്കറിയാം ഓരോ മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് കിട്ടുന്ന ഒട്ടുപാലിൻ്റെ എണ്ണം അനുസരിച്ച് ഒരു വർഷത്തിൽ എത്ര വെട്ട് കിട്ടിയെന്ന് അമ്മച്ചിക്കറിയാം. ഏകദേശം എത്ര കിൻഡല് ഒട്ടുപാലുണ്ടാകുമെന്നും അമ്മച്ചിക്കറിയാം. അമ്മച്ചിയുടെ അഭിപ്രായത്തിൽ മാതാപിതാക്കൾ മക്കൾക്ക് 18 വയസ്സ് വരെ നല്ല ഭക്ഷണം കൊടുക്കുക, നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. എന്നിട്ടും സ്വന്തം കാര്യം നോക്കുന്നില്ലെങ്കിൽ ഒരു 21 വയസ്സ് വരെയെങ്കിലും അവരെ സംരക്ഷിക്കുക. അതിനുശേഷം ഓരോ മക്കളും അവരാർജിച്ച വിദ്യാഭ്യാസം കൊണ്ട് അവരുടെ ജീവിതമാർഗം കണ്ടെത്തണം. അതാണ് അമ്മച്ചി പറയുന്നത്. അല്ലാതെ ജീവിതകാലം മുഴുവൻ മാതാപിതാക്കൾ ഉണ്ടാക്കി ഇട്ടിരിക്കുന്ന കാര്യങ്ങളുടെ അളവും തൂക്കവും നോക്കിയിട്ട് വീട്ടിൽ ഇങ്ങനെ കച്ചറയും വഴക്കുമായിട്ടൊന്നും നിൽക്കാൻ അമ്മച്ചിക്ക് താല്പര്യമില്ല. പ്രായപൂർത്തിയായാൽ അവനവൻ്റെ കാര്യവും നോക്കി ജീവിച്ചോളുക. മാതാപിതാക്കൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന സ്ഥലത്ത് കാപ്പിയോ കുരുമുളകോ അടയ്ക്കയോ റബ്ബറോ എന്താന്ന് വെച്ചാൽ അവരത് പിറക്കി വിറ്റ് അവരുടെ കാര്യം നോക്കി ആരുടെയും മുന്നിൽ കൈനീട്ടാതെ അവർ സന്തോഷമായിട്ട് ജീവിക്കും. വെറുതെ സാമ്പത്തിക കാര്യം പറഞ്ഞിട്ട് മാതാപിതാക്കളോടത്ത് ചൊറിയാൻ വരരുതെന്നാണ് അമ്മച്ചിയുടെ അഭിപ്രായം. തോട്ടത്തിലെ ആദായങ്ങളൊക്കെ മക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തതിന് ശേഷം ഒരു വഴിക്ക് പോകുമ്പോൾ വണ്ടിക്കൂലിക്കും പൈസ ഉണ്ടാവില്ല, ചായക്കും പൈസ ഉണ്ടാവില്ല. അങ്ങനെയൊന്നും ജീവിക്കുന്നതിനോട് അമ്മച്ചിക്ക് ഒട്ടും യോജിപ്പില്ല. അവനവൻ്റെ ആവശ്യത്തിനുള്ള പൈസ അവനവൻ്റെ കയ്യിലുണ്ടാവണം. അവനവൻ്റെ കാലശേഷം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് മക്കൾക്ക് കിട്ടും. നല്ല കാലത്ത് നൽകിയ വിദ്യാഭ്യാസവും ആഹാരം കൊടുത്തതിൽ നിന്ന് കിട്ടിയ തണ്ടും തടിയൊക്കെ ഉപയോഗിച്ച് അധ്വാനിച്ച് ജീവിച്ചോളൂ. റബ്ബർ വിറ്റ് വന്ന പൈസയൊക്കെ അമ്മച്ചിനെ ഏൽപ്പിക്കും. അതെന്ത് സാധനം വിറ്റ് വന്നാലും വളരെ പതുക്കെ ഇരുന്ന് അതൊക്കെ എണ്ണിയെടുക്കും. റബ്ബറിൽ ഷീറ്റൊക്കെ ഇട്ടത് ഞാനല്ലേ, എൻ്റെ പൈസയും കൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ എന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തി പതുക്കെ അങ്ങോട്ട് മുങ്ങും. എന്നാലും വീട്ടിലെ ആദായവും കാര്യങ്ങളും കൈകാര്യമൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഫുൾ ടൈം ആൾ എൻഗേജ്ഡ് ആണ്, ഹാപ്പിയാണ്. ബി ഹാപ്പി.